ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സ്. ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2024 CSAT നമ്പർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നിവിടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ തന്നിരിക്കുന്ന ഈ ഒരു എക്സ്പ്രഷൻ ഈസ് ഡിവിസിബിൾ ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ 222 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 × 111. ഈ 111 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 × 3 × 37 എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഈ 333നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 111. ഈ 111നെ വീണ്ടും 3 × 37 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ട് വരുന്നത് ഈ 3 × 37 ആണ് കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഓപ്ഷനിൽ നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ 2 വരുന്നതെല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. അതായത് 3 × 37 ആണ് ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ. സോ നമുക്ക് ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആൻസറായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിന് വേറൊരു മെത്തേഡിലും കൂടി ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് മെത്തേഡ് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അതിൽ പ്രത്യേകിച്ച് സ്റ്റെപ്പൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ ഈ ഫസ്റ്റത്തെ ഈ ഒരു നമ്പർ 222⁻³ ഇതൊരു ഈവൺ നമ്പറാണ്. ഈവൺ നമ്പറിൻ്റെ മുകളിൽ പവർ വന്നിരിക്കുന്ന ഒരു ഓഡാണ്. അപ്പോൾ ഈ മൊത്തം ഒരു എക്സ്പ്രഷൻ എന്തായിരിക്കും? ഈവൺ തന്നെ ആയിരിക്കും. സിമിലർലി ഈ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്, അതിൻ്റെ പവർ വന്നിരിക്കുന്ന ഒരു ഈവൺ നമ്പറാണ്. അതുകൊണ്ട് ആ ഒരു നമ്പർ ഓഡായിരിക്കും. ഈവൺ പ്ലസ് ഓഡ് എന്ന് പറയുന്നത് ഓഡ് തന്നെയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഒരു ഓഡ് നമ്പറിന് 2 എന്ന് പറയുന്ന ഫാക്ടർ വരാനുള്ള ഒരു പോസിബിലിറ്റിയും ഇല്ല. അതുകൊണ്ട് ഡയറക്റ്റ്ലി നമുക്ക് ഓപ്ഷൻ എയും സിയും ഡിയും എലിമിനേറ്റ് ചെയ്യാം. സോ നമുക്ക് ഓപ്ഷൻ ബി ആൻസർ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളിവിടെ ചെയ്തു. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഒന്ന് വായിക്കാം. What is the rightmost digit preceding the zeros in the value of 30⁻30 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ 30⁻30 ഈ ഒരു സംഖ്യയിലെ ഈ ഒരു നമ്പറിലെ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ്, അതായത് സീറോസ് വന്നതിന് ശേഷം അതിന് തൊട്ട് വരുന്ന ആ ഒരു റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് 2 മെത്തേഡ് ഉണ്ട്, ഏത് വേണമെങ്കിലും ചെയ്യാം. 2 മെത്തേഡ് നമുക്കിവിടെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഈ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് 30⁻30 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ 30നെ 3 × 10⁻30 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷനെ നമുക്ക് വീണ്ടും 3⁻30 × 10⁻30 എന്ന് കിട്ടും. ഈ 10⁻30 ഇപ്പോൾ കാണേണ്ട ആവശ്യമില്ല, കാരണം അതല്ല ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സീറോസ് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് പുറകിൽ വരുന്ന ആ ഒരു നോൺ സീറോ ആയിട്ടുള്ള ഡിജിറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണേണ്ടത് 3⁻30 ആ ഒരു നമ്പർ കിട്ടിയതിന് ശേഷം അതിൻ്റെ എൻഡിൽ വരുന്ന നമ്പറാണ് നമുക്കിവിടെ കാണേണ്ടത്. അപ്പോൾ 3⁻30യുടെ എൻഡിൽ വരുന്ന ആ ഒരു യൂണിറ്റ് ഡിജിറ്റ് എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് മെത്തേഡിൽ ഈ തന്നിരിക്കുന്ന 30നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടും 7, 28, 2. ഈ കിട്ടുന്ന ഈ റിമൈൻഡർ എന്ത് ചെയ്യണം? ഈ 3ൻ്റെ പവറിൽ ഈ റിമൈൻഡർ ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്ത് കിട്ടും? 9 എന്ന് കിട്ടും. ഇതാണ് നമുക്ക് ആവശ്യമുള്ള വാല്യൂ. അപ്പോൾ ഈ 9 ആണ് ആൻസർ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സെക്കൻഡ് മെത്തേഡ് നോക്കാം. അപ്പോൾ ഇവിടെ 3⁻30 ആണ്. ഇതിനെ നമ്മൾ 3
റേസ് ടു 30 ഇൻറ്റു 10 റേസ് ടു 30 എന്ന് എഴുതിയിട്ടുണ്ട്. ഈ 3 റേസ് ടു 30 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3 റേസ് ടു 30 3 റേസ് ടു 2 ഇൻറ്റു 15 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. 9 റേസ് ടു 15 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 9 റേസ് ടു 15 യൂണിറ്റ് ഡിജിറ്റ് കാണണം. യൂണിറ്റ് ഡിജിറ്റ് കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 9 റേസ് ടു 1 എന്ന് പറയുന്നത് 9 ആണെന്നറിയാം. 9 റേസ് ടു 2 വരുമ്പോൾ 9 ഇൻറ്റു 9 81. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 1 ആയിരിക്കും. വീണ്ടും 9 റേസ് ടു 3 എന്ന് പറയുമ്പോൾ 9 വരും. 9 റേസ് ടു 4 എന്ന് പറയുമ്പോൾ 1 എന്ന് വരും. യൂണിറ്റ് ഡിജിറ്റ് 1 എന്ന് വരും. അങ്ങനെ എക്സെട്ര അങ്ങനെ താഴോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ 9ൻ്റെ പവറിൽ ഓഡ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ 9 ആയിരിക്കും അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ്. അപ്പോൾ 9 റേസ് ടു 15, ഈ 9 റേസ് ടു 15 എന്ന് പറയുന്നത് 15 ഒരു ഓഡ് നമ്പർ ആയതുകൊണ്ട് ഈ ഒരു പവർ 9 റേസ് ടു 15 എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷൻ അഥവാ ആ ഒരു നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 9 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആൻസർ ഡി ആണ്. അപ്പോൾ 2 മെത്തേഡ് വെച്ചിട്ടും ചെയ്യാം. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഒന്ന് വായിക്കാം. ഹൗ മെനി കോൺസിക്യൂട്ടീവ് സീറോസ് ആർ ദർ at the end of the integer obtained in the product 1 square into 2 raised to 4 into 3 raised to 6 etc. to 25 raised to 50 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ ജസ്റ്റ് എടുത്ത് എഴുതുക. 1 raised to 2 into 2 raised to 4 into 3 raised to 6 into 4 raised to 8 into പിന്നെ എന്തായിരിക്കും 5 raised to 10 into 6 raised to 12 into etc. 25 raised to 50. അപ്പോൾ ഈ ഒരു പവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 2, 4, 6, 8 ഈവൻ നമ്പേഴ്സാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കോൺസിക്യൂട്ടീവ് സീറോസ് എത്ര സീറോസ് ഉണ്ട് അതിൻ്റെ എൻഡിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സീറോസ് കാണാനായിട്ട് നമ്മൾ ചെയ്യുന്നത് 10ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5 ഇൻറ്റു 2. അപ്പോൾ സീറോസ് കാണാനായിട്ട് 5ൻ്റെയും 2ൻ്റെയും കോമൺ പവറാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 5ൻ്റെയും 2ൻ്റെയും നമ്മൾ സെപ്പറേറ്റ് കണ്ടിട്ട് ടൈം കളയേണ്ട ഒരു ആവശ്യമില്ല. കാരണം 2 എന്ന് പറയുന്നത് ഇവിടെ ഉള്ള ഈവൻ നമ്പേഴ്സിൽ വരുന്ന ഒരു ഡിജിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് 2ൻ്റെ നമുക്ക് സെപ്പറേറ്റ് കാണേണ്ട ആവശ്യമില്ല. ഇതിൽ 5ൻ്റെ മാത്രം നോക്കിയാൽ മതി. രണ്ടും നോക്കിയിട്ട് ടൈം കളയേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ 5ൻ്റെ പവർ നമുക്കിവിടെ ചെക്ക് ചെയ്താൽ മതി. എത്ര പവറാണ് 5ന് വരുന്നതെന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 5ൻ്റെ പവർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സ്പ്രഷൻ നോക്കുക. ഇവിടെ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 എക്സെട്ര അങ്ങനെ പോവാണ്. അപ്പോൾ ഇവിടെ 5ൻ്റെ പവർ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ 5ൽ എത്ര പവേഴ്സ് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു എക്സ്പ്രഷനിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് 5 റേസ് ടു 10 വരും. പിന്നെ 10 റേസ് ടു 20 വരും. 15 റേസ് ടു 30 വരും. 20 റേസ് ടു 40 വരും. പിന്നെ 25 റേസ് ടു 50 എന്ന് വരും ഇല്ലേ? അപ്പോൾ ഇതിൽ 5 റേസ് ടു 10ൽ അതിൻ്റെ പവറിൽ എത്രയാണ്? 10 ആണ് വന്നിരിക്കുന്നത്. ഈ 10 റേസ് ടു 20നെ നമുക്ക് 10നെ 5 ഇൻറ്റു 2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ 5 റേസ് ടു 20 5 റേസ് ടു 20 അതായത് ഈ 10 റേസ് ടു 20നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5 ഇൻറ്റു 2 റേസ് ടു 20 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്
10 ഒരു പവർ വന്നു. സെക്കൻഡ് എക്സ്പ്രഷനിൽ നോക്കുമ്പോൾ 5/20. അപ്പോൾ 20 വന്നു. പ്ലസ് ഈ ഒരു എക്സ്പ്രഷൻ നോക്കുകയാണെങ്കിൽ 15/30 എന്ന് പറയുമ്പോൾ 15 നമുക്ക് 3 × 5 × 30. അപ്പോൾ 5/30 എന്ന് വരും. അപ്പോൾ പവർ 30 എഴുതി. അതുപോലെ തന്നെ 20/14 20 നമുക്ക് 5 × 4 × 14 എഴുതാം. അപ്പോൾ അവിടെ 5ൻ്റെ പവർ 40 ആണ്. പ്ലസ് നെക്സ്റ്റ് ഈ ഒരു എക്സ്പ്രഷനിൽ ഇവിടെ 25നെ 5 × 5 എന്നാണ് എഴുതുന്നത്. അപ്പോൾ 5 × 5 50 എന്ന് വരും. അപ്പോൾ 2 5 വന്നുകൊണ്ട് നമുക്ക് 5² എന്ന് എഴുതാം. അതായത് 5/100 എന്ന് വരും. അപ്പോൾ ആ ഒരു പവർ 100 ആണ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 200 എന്ന ആൻസർ കിട്ടും. അപ്പോൾ 5ൻ്റെ പവർ എത്രയാണ്? 200. ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. 3 ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്പർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം.